നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം സർ. നമസ്കാരം സർ, വരുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ പിണറായിയുടെ ഒരു പുതിയ തന്ത്രങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. CPM-ന്റെ പിണറായി എന്ന് പറയുമ്പോൾ CPM-ന്റെ തന്ത്രങ്ങൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായിട്ടുള്ള ചില തന്ത്രങ്ങൾ. അതായത് ഹിന്ദു മതവിശ്വാസികളെ കുറച്ചുകൂടി ഏറ്റെടുക്കുന്നു. അതായത് താങ്കൾ വിശ്വാസത്തിന് എതിരല്ല എന്നുള്ള ഒരു പരാമർശം നടത്തിക്കൊണ്ട് തന്നെ നമുക്കറിയാം ആഗോള അയ്യപ്പ സംഗമത്തിൽ തുടങ്ങിയത് സുകുമാരൻ നായരിൽ ചെന്നെത്തി ഇപ്പോൾ മാതാ അമൃതാനന്ദമയിൽ ചെന്ന് വീണിരിക്കുകയാണ്. അപ്പോൾ ഒരുപക്ഷെ ഹിന്ദു വോട്ടുകൾക്കായി അത്തരത്തിലൊരു തന്ത്രം സാധാരണ ഇത്തരത്തിലുള്ള നേതാക്കന്മാരെയൊക്കെ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് സമയത്ത് പോയി കാണാറുണ്ട് എല്ലാ രാഷ്ട്രീയ നേതാക്കളും. പക്ഷെ അതിനപ്പുറം ഒരു തങ്ങളും വിശ്വാസികളാണ് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് എന്ന് കുറച്ചുകൂടി കടന്നു കയറി ചിന്തിച്ചുകൊണ്ട് അത്തരത്തിൽ നേതാക്കന്മാരുടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഗമങ്ങളൊക്കെ നടത്തി അവരുടെ ചില കാര്യങ്ങളിൽ ഇടപെട്ട് അത്തരത്തിൽ പോകുന്ന ഒരു പുതിയ തന്ത്രം, നമ്മൾ നേരത്തെ പരീക്ഷിച്ചിട്ടില്ലാത്ത ഒരു പുതിയ തന്ത്രം CPM ഇപ്പോൾ പയറ്റി നോക്കുന്നുണ്ട്. ഇതിൽ എത്രമാത്രം അവർ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ സാധ്യതയുണ്ട്? ഇപ്പോൾ ഹിന്ദു വോട്ടുകൾ മാത്രമല്ല, ക്രിസ്ത്യൻ വോട്ടുകൾ. 2016 അന്ന് UDF-ന്റെ ശിഥിലീകരണം കൊണ്ടാണ് അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ ഏറ്റവും ഒടുവിൽ വെള്ളം കുടിച്ചതും പിന്നീട് അധികാരത്തിലെത്താൻ കഴിയാതെ തിരിച്ചോടേണ്ടി വന്നതും. അന്ന് ഉമ്മൻചാണ്ടിക്കെതിരെ ഉയർത്തിവിട്ടത് വലിയ തോതിലുള്ള ലൈംഗിക ആരോപണങ്ങൾ, അഴിമതി ആരോപണങ്ങൾ, കോൺഗ്രസ് പാർട്ടി തമ്മിലടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അന്ന് മുഖ്യമന്ത്രി കസേരയിലേക്ക് വരാൻ ആഗ്രഹിച്ച രമേശ് ചെന്നിത്തലയുടെ ചെയ്തികൾ, അന്ന് മുന്നണിയിലുണ്ടായിരുന്ന കേരള കോൺഗ്രസ് എം എന്ന മാണി വിഭാഗത്തെ കോൺഗ്രസിലെ ചില നേതാക്കളുടെ കുതന്ത്രങ്ങളുടെ ഭാഗമായി ഒറ്റപ്പെടുത്തുന്നതും KM മാണിയെ ഒരു കേസിൽ പൂട്ടാൻ ശ്രമിക്കുന്നതും തുടർന്ന് KM മാണി മുന്നണിയിൽ നിന്ന് കുത്തറി മാറുന്നതും, അങ്ങനെ നിരവധി കാഴ്ചകൾ നമ്മൾ 2016 തെരഞ്ഞെടുപ്പിൽ കണ്ടു. ഒടുവിൽ പിണറായി വിജയൻ അധികാരത്തിലെത്തി. അത് UDF-ന്റെ തകർച്ചയിൽ നിന്ന് പിണറായിക്ക് കിട്ടിയ ഒരു ഭാഗ്യമായിരുന്നു. 2021 നമ്മൾ കണ്ടത് വളരെ വേറിട്ട ചില കാഴ്ചകളാണ്. അവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും അധികാരത്തിലെത്തിയതിന് പിന്നിൽ ഒരൊറ്റ കാരണമാണ് എല്ലാവരും ചൂണ്ടിക്കാട്ടുന്നത്: കോവിഡ്. അന്ന് കോവിഡ് കിറ്റിന്റെ ബലത്തിൽ ആ കോവിഡ് കാലത്ത് മുഖ്യമന്ത്രി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നു എന്ന പ്രതീതി ഉണ്ടാക്കി. ജനങ്ങളെ നിത്യേന എന്നോണം ചാനൽ ഫ്ലോറുകളിലിരുന്ന് മുഖ്യമന്ത്രി അഭിസംബോധന ചെയ്തു. ചുരുക്കത്തിൽ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ക്യാപ്റ്റൻ എന്ന പേര് ചാർത്തപ്പെട്ടു. വീണ്ടും ഒരു കരുത്തന്റെ ഇമേജിൽ മുഖ്യമന്ത്രി തിരികെ അധികാരത്തിലെത്തി പിണറായി വിജയൻ. തുടർച്ചയായി 2 വട്ടം കേരളം ഭരിച്ചു. ഇത് 3-ാം വട്ടമാണ്. ഇവിടെ തുടരും എന്ന ഒരു മുദ്രാവാക്യം ഇടതുപക്ഷം ഉയർത്തുന്നു. ഇവിടെയാണ് നമ്മൾ ഇപ്പോൾ CPM-ന്റെ തന്ത്രങ്ങൾ, പിണറായി വിജയന്റെ തന്ത്രങ്ങൾ കാണുന്നത്. വലിയൊരു PR ടീം പിണറായി വിജയന് ചുറ്റുമുണ്ട്. അതിന് ഔദ്യോഗിക പരിവേഷമുണ്ട്. കാരണം പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വലിയൊരു യൂണിറ്റാണ് ഈ ഭരണം 3-ാമതും കേരളത്തിൽ ആവർത്തിക്കാൻ വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്നത്. AKG സെന്ററുമായി ബന്ധപ്പെട്ട്, കൈരളി ചാനലുമായി ബന്ധപ്പെട്ട്, ദേശാഭിമാനി പത്രസ്ഥാപനവുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ, 100 കണക്കിന് പെയ്ഡ് സൈബർ പോരാളികൾ തന്ത്രം മെനയുന്ന ഒരു വശത്ത്, മറുവശത്ത് വലിയ സ്ട്രാറ്റജിസ്റ്റുകൾ അടുത്ത തെരഞ്ഞെടുപ്പിന്റെ ക്രമീകരിക്കേണ്ട അജണ്ടകൾ കൊണ്ടുവരാനുള്ള ശ്രമമാണ്. ഇതൊക്കെ ഒന്ന് ലീഡ് ചെയ്ത് മുഖം കാണിക്കേണ്ട ഉത്തരവാദിത്വം മാത്രമാണ് പിണറായി വിജയനുള്ളത്. അതിനേക്കാൾ കൂടുതൽ കരുത്തോടെ ഒരു ഏകോപന സ്വഭാവത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് CPM-നെ LDF-നെ അടുപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഫഷണൽ കോർപ്പറേറ്റ് ടീം. അപ്പോൾ വല്ലാത്തൊരു തെരഞ്ഞെടുപ്പിലേക്കാണ് നമ്മൾ 7-8 മാസം കഴിയുമ്പോൾ നിയമസഭയുടെ കാര്യത്തിൽ പോകുന്നത്. തൊട്ടിപ്പുറത്ത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് നമ്മുടെ കൺമുന്നിൽ നിൽക്കുന്നു. 2 തെരഞ്ഞെടുപ്പുകളിലൂടെ കേരളത്തിൽ പിടിമുറുക്കുക, 3-ാമതും പിണറായി വിജയൻ അധികാരത്തിലെത്തുക, ഇതാണ് CPM-ന്റെ അജണ്ട. മറുവശത്ത് കോൺഗ്രസ് പാർട്ടിയിൽ നമ്മൾ കാണുന്നത് ഇപ്പോഴും കൃത്യമായൊരു ഏകോപനമില്ല. ഒരു വശത്ത് മുഖ്യമന്ത്രി കസേരയിലേക്ക് വരാൻ VD സതീശൻ ശ്രമങ്ങൾ തുടരുന്നു. മറുവശത്ത് പഴയ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ തന്ത്രങ്ങൾ. അതിലുമപ്പുറം KC വേണുഗോപാൽ കേരളത്തിലേക്ക് എത്തി മുഖ്യമന്ത്രി കസേര തട്ടിയെടുക്കാനുള്ള ശ്രമങ്ങൾ. ഇനി ഒരു സമവായ ഫോർമുല ഉണ്ടായാൽ മുഖ്യമന്ത്രി കസേരയിൽ കയറിയിരിക്കാം എന്ന് പ്രതീക്ഷിക്കുന്ന തിരുവഞ്ചൂരിനെ പോലെയുള്ള കഥാപാത്രങ്ങൾ. അങ്ങനെ വളരെ വ്യത്യസ്തമായ തലത്തിൽ കോൺഗ്രസ് UDF നിലകൊള്ളുന്നു. എന്നാൽ പൊതുവെ കോൺഗ്രസിന്റെ ഘടക കക്ഷികൾ ശക്തരാണ്. CPI അല്ലെങ്കിൽ കേരള കോൺഗ്രസ് എം പോലെ 1-2 പാർട്ടികൾ LDF-ൽ എടുത്തു പറയാമെങ്കിലും ഇപ്പുറത്ത് മുസ്ലിം ലീഗ് എന്ന കരുത്തരായ ഒരു പാർട്ടിയുണ്ട്. അവർക്ക് വലിയ പ്രാതിനിധ്യം ഇപ്പോൾ കേരളത്തിന്റെ ഡെമോഗ്രഫിയിലുണ്ട്.
മുസ്ലിം സമുദായത്തിന്റെ ഭൂരിപക്ഷ പിന്തുണ ഉറപ്പിക്കാൻ ഇപ്പോൾ ലീഗിന് കഴിഞ്ഞു. സമസ്ത ജമാഅത്ത് ഉൾപ്പെടെ ഒരു വിശാലമായ സംഘടനകളെ തങ്ങളുടെ കുടക്കീഴിൽ കൊണ്ടുവരാൻ അവർക്ക് കഴിയുന്നുണ്ട്. ഇതാണ് ഒരു രാഷ്ട്രീയ ഭൂപടം. എന്നാൽ ഇതിലപ്പുറം ഇപ്പോൾ പിണറായി വിജയൻ പയറ്റുന്ന തന്ത്രങ്ങൾ, അതാണ് ഏറെ കൗതുകകരം. പിണറായി വിജയൻ 2018 പുറത്തെടുത്ത ക്യാപ്റ്റൻസിയിലൂടെ അല്ല ഇപ്പോൾ അധികാരത്തിലെത്താൻ ശ്രമിക്കുന്നത്. പക്ഷേ പകരം മറ്റു ചില കാർഡുകൾ പുറത്തേക്ക് എടുക്കുന്നു. അതിലൊന്ന് വിശ്വാസത്തിന്റെ കാർഡാണ്. 2018 അന്ന് ശബരിമല സമരം കത്തിയാളി 2021 വിശ്വാസികളെതിരെ എന്നുള്ളൊരു പൊതുബോധം സൃഷ്ടിക്കപ്പെട്ടിരുന്നു. അവിടെയും കോവിഡ് എന്ന കാര്യത്തിൽ പിണറായി വിജയൻ കടന്നുകൂടി. ഇപ്പോൾ കോവിഡിന്റെ അനന്തരഫലങ്ങളൊന്നുമില്ല. അപ്പോൾ പഴയ വിശ്വാസ സമൂഹത്തെ തിരികെ പിടിക്കാനുള്ള ഒരു ശ്രമം ഒരു വശത്ത് തുടരുന്നു. അതിന്റെ ഭാഗമാണ് ആഗോള അയ്യപ്പ സംഗമം. ഇപ്പോൾ നടക്കാൻ പോകുന്ന ഒരു തിരുവനന്തപുരം കേന്ദ്രീകരിച്ചൊരു പലസ്തീൻ സംഗമം സംഘടിപ്പിക്കുന്നുണ്ട് അടുത്ത മാസം. ക്രിസ്ത്യൻ സഭകളെ ഒന്നിപ്പിക്കാനുള്ള ചില ശ്രമങ്ങൾ, കോശി കമ്മീഷൻ റിപ്പോർട്ട് പോലുള്ളത് പുറത്ത് പബ്ലിഷ് ചെയ്തുകൊണ്ട് ക്രിസ്ത്യൻ സമുദായത്തെ അടുപ്പിക്കാൻ നോക്കുന്നു. അങ്ങനെ ഹൈന്ദവ, മുസ്ലിം, ക്രിസ്ത്യൻ വിശ്വാസികളെ തങ്ങളുടെ കുടക്കീഴിലേക്ക് കൊണ്ടുവരാൻ പിണറായിയും CPM ഒക്കെ ഇപ്പോൾ തന്ത്രം മെനയുന്നു, തന്ത്രം പയറ്റുന്നു. ഇവിടെയാണ് നമ്മൾ വെള്ളാപ്പള്ളിയുടെയും സുകുമാരനായരുടെയും ഒക്കെ നിലപാടുകൾ പരിശോധിക്കേണ്ടത്. 2021 തെരഞ്ഞെടുപ്പ് സമയത്ത് അന്ന് പോളിംഗ് സ്റ്റേഷനിലെത്തി ചില മെസ്സേജുകൾ തന്റെ സമുദായത്തിന് കൊടുത്ത സുകുമാരൻ നായർ നമുക്ക് ഓർക്കാം. അന്ന് ഇടതുപക്ഷത്തിനെ തോൽപ്പിക്കാൻ പരസ്യമായി സുകുമാരൻ നായർ ആഹ്വാനം ചെയ്തു. പക്ഷേ ഇടതുപക്ഷം ജയിച്ചു. സുകുമാരൻ നായർ എന്താഗ്രഹിക്കുന്നോ അതിന് നേർ വിപരീത കാഴ്ചയാണ് പലപ്പോഴും നമ്മൾ കേരളത്തിൽ കാണുന്നത്. ചില സ്ഥാനാർത്ഥികളെ സുകുമാരൻ നായർ തോൽപ്പിക്കണമെന്ന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്, അവരൊക്കെ ജയിച്ചു. സമാനമാണ് വെള്ളാപ്പള്ളിയുടെ ഗതിയും. വെള്ളാപ്പള്ളി പലപ്പോഴും ചില സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങും, പക്ഷെ ആ സ്ഥാനാർത്ഥികളൊക്കെ ജയിക്കും. ഇവിടെയാണ് സമുദായ നേതാക്കൾ എന്ന വലിയ ഇമേജ് ഉള്ള വെള്ളാപ്പള്ളിയെയും സുകുമാരൻ നായരെയും ചൂണ്ടിയെടുത്ത പിണറായി ഒപ്പം നിർത്തിയത്. ഫലത്തിൽ ഇത് മറ്റ് ചില ധ്രുവീകരണങ്ങൾക്ക് ഇടവരുത്തും. കാരണം സുകുമാരൻ നായർ, വെള്ളാപ്പള്ളി കഴിഞ്ഞ കുറെ കാലമായി ഒരു മുസ്ലിം സമുദായ സംഘടനകൾക്ക് അനഭിപിതരാണ്. കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ ഭൂപടത്തിൽ ആ ഡെമോഗ്രഫിയിൽ ഒരു വശത്ത് മുസ്ലിം സമുദായ സംഘടനകൾ നിൽക്കുമ്പോൾ മറുവശത്ത് സുകുമാരൻ നായരും, പണ്ട് വെള്ളാപ്പള്ളി മുസ്ലിം ഒരു ചായ്വൊക്കെ കാട്ടിയിരുന്നെങ്കിലും പിന്നീട് കടുത്ത മുസ്ലിം വിമർശകനായി. ഇപ്പോൾ ഈ രണ്ട് കഥാപാത്രങ്ങളെ മറുപക്ഷത്തിലേക്ക് തള്ളിവിടുന്നത് കൊണ്ടുള്ള നേട്ടം ലീഗിനും അതിന്റെ തുടർ നേട്ടം UDF-നും ലഭിക്കും. കോൺഗ്രസ് ഒരു ആൾക്കൂട്ട പാർട്ടിയാണ്. പലപ്പോഴും ഭരണവിരുദ്ധ വികാരങ്ങളുടെ പേരിൽ ആൾക്കൂട്ടം ഇരമ്പിയാർത്ത് കോൺഗ്രസിനെ അധികാരത്തിലേക്ക് തള്ളിക്കയറ്റുകയാണ് ചെയ്യുന്നത്. പിന്നീട് അധികാര കസേരയ്ക്ക് വേണ്ടി ആർത്തി പിടിച്ച് തമ്മിലടിക്കുന്ന കോൺഗ്രസിനെയാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. ഇവിടെ ഒരു ക്രിയാത്മക പ്രതിപക്ഷം ഉണ്ടോ എന്ന സംശയം നമുക്ക് പൊതുമണ്ഡലത്തിലുണ്ട്. കാരണം ഇന്നിപ്പോൾ KM ഷാജഹാനെ പോലീസ് അദ്ദേഹം നടത്തിയ വിമർശനങ്ങളുടെ പേരിൽ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ കോടതിയിൽ ഹാജരാക്കുന്നു. കോൺഗ്രസിന്, പ്രത്യേകിച്ച് പ്രതിപക്ഷത്തിന് ഇവിടെ ഉരിയാടാൻ കഴിയുന്നില്ല. കാരണം എപ്പോഴെങ്കിലുമൊക്കെ കോൺഗ്രസ് നേതാക്കളെ വിമർശിച്ചിട്ടുണ്ട് KM ഷാജഹാൻ. അതുകൊണ്ട് തന്നെ അവർ നിശബ്ദരാണ്. കേരളത്തിൽ ഭരണകൂട വിമർശനങ്ങൾ നടത്തുന്നവർക്ക് ഒരു സംരക്ഷണം ഒരുക്കാൻ ഇവിടുത്തെ പ്രതിപക്ഷത്തിന് ത്രാണിയില്ല. സ്വന്തം പാർട്ടിയിലെ നേതാക്കൾക്കെതിരെ ആരോപണങ്ങൾ ഉയരുമ്പോൾ അവരെ സംരക്ഷിക്കാൻ ഇവിടുത്തെ പ്രതിപക്ഷത്തിന് ത്രാണിയില്ല. ഇന്നലെ നമ്മൾ കണ്ടു, വയനാട്ടിലെ ഒരു DYFI നേതാവിനെതിരെ ഉയർന്നു വന്ന ഏറ്റവും മ്ലേച്ഛമായ ഒരു ആരോപണം. ഒരു യുവതി തന്റെ ഭർത്താവ് നിർബന്ധിച്ച DYFI നേതാവിനെ തന്നെ കാഴ്ചവെക്കാൻ ശ്രമിക്കുന്നു. അയാൾ വീട്ടിൽ കടന്നു വന്ന് തന്നെ ബലമായി കടന്നു പിടിച്ചു, ലൈംഗിക ചൂഷണം നടത്താൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടും ആ DYFI നേതാവിനെ പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന പാർട്ടിയെ നമ്മൾ കാണുന്നു. മറുവശത്ത് പരവൂരിലെ ഒരു അപവാദ കഥ പ്രചരിച്ചതിന് തൊട്ടു പിന്നാലെ പല്ലും നഖവും ഉപയോഗിച്ച് അത്തരം കഥകൾ മെനഞ്ഞവരെ, വിമർശിക്കാൻ ശ്രമിച്ചവരെ എറിഞ്ഞു വീഴ്ത്തുന്ന പാർട്ടിയെയും ഭരണകൂടത്തിനെയും പോലീസിനെയും നമ്മൾ കണ്ടു. ഏതെങ്കിലും തലത്തിൽ ഒരു ആരോപണം ഉയർന്നാൽ അപ്പോൾ തന്നെ ആരോപണം ഉയർത്തുന്നവരുടെ നാവരിയുകയാണ് ഈ പാർട്ടിയുടെ ലക്ഷ്യം. വിമർശകരുടെ നാവ് മൂടിക്കെട്ടുക. വിമർശകരെയും ആരോപണം ഉന്നയിക്കുന്നവരെയും എറിഞ്ഞോടിക്കുന്ന ഒരു പാർട്ടിയായി മാറി CPM. അതിനുവേണ്ടി അവർ ഭരണകൂടത്തെ ഉപയോഗിക്കും, പോലീസിനെ ഉപയോഗിക്കും, പാർട്ടി സഖാക്കളെ ഉപയോഗിക്കും, സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കും. സംഘടിതമാണ്. ഈ സംഘടിത പ്രതിരോധവും സംഘടിത ആക്രമണവും തന്നെയാണ് CPM-ന്റെ മുഖമുദ്ര. അപ്പോൾ ഒന്ന്, കേഡർ ശൈലിയിൽ വാർഡ് തലത്തിൽ താഴെത്തട്ട് യൂണിറ്റുകൾ മുതൽ അവർ ഏകോപന
പ്രവർത്തനങ്ങൾ നടത്തി. ഇപ്പോൾ പാർട്ടി പ്രവർത്തനവുമായി ഒരു വശത്ത് മുന്നോട്ട് പോകുന്നു. മറുവശത്ത് സർക്കാരിനെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന എല്ലാവിധ സർക്കാർ അധിഷ്ഠിത സഹായങ്ങളും പല തട്ടിലേക്ക് വിതരണം ചെയ്യുന്നു. മൂന്നാമത് വിമർശകരെയും എതിർപ്പുകളെയും നേരിടുന്ന ശൈലി, അതൊരു ഫാസിസ്റ്റ് ശൈലിയാണ്. അപ്പോൾ കേരളത്തിലെ ഒരു ഏകാധിപത്യ ഫാസിസ്റ്റ് ശൈലിയാണ് ഈ പിണറായി ഭരണത്തിൽ നമ്മൾ കാണുന്നത്. ഇതിനെ അതേ തലത്തിൽ നേരിടാൻ UDF-ന് ഒട്ടും കഴിയുന്നില്ല. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് മുസ്ലിം സമുദായത്തിന്റെ പിന്തുണ ഉറപ്പിച്ചുകൊണ്ടാണ് പിണറായി വിജയൻ മുഖ്യമായ അധികാരത്തിൽ വന്നത്. കാരണം അന്ന് NSSന്റെ വലിയൊരു വോട്ട് ശതമാനം തങ്ങൾക്ക് നഷ്ടപ്പെടുമെന്ന് പിണറായി തിരിച്ചറിഞ്ഞിരുന്നു. SNDPയുടെ വലിയൊരു വിഭാഗം വോട്ടുകൾ നഷ്ടപ്പെടുമെന്ന് പിണറായി കണക്കൂട്ടി. പക്ഷെ ഈ രണ്ട് പ്ലോട്ടുകളും പിണറായി പ്ലാൻ ചെയ്തത് ഒരു വ്യത്യസ്ത തലത്തിലാണ്. ഈ രണ്ട് NSS SNDP-യിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വോട്ടുകളുടെ വലിയൊരു വിഭാഗം BJP കൊണ്ടുപോകും എന്നൊരു പൊതുപ്രതീതി എന്ന് സൃഷ്ടിക്കപ്പെട്ടിരുന്നു. അത് ഏറെക്കുറെ ശരിയാക്കപ്പെടുകയും ചെയ്തു. കാരണം ഏകദേശം 13% വോട്ട് ശതമാനം ഉയർത്താൻ 2021 BJPക്ക് കഴിഞ്ഞു. അത് ഈ NSS SNDP വോട്ടുകളുടെ ഇടതുപക്ഷ ഒഴുക്കായിരുന്നു. അതിനെ ബാലൻസ് ചെയ്ത് തന്ന് മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള വോട്ടുകൾ കൊണ്ടാണ്. ആ തന്ത്രം പെട്ടെന്ന് മുസ്ലിം സമുദായം തിരിച്ചറിഞ്ഞു. ഇക്കുറി അത് വർക്കൗട്ട് ആകില്ല എന്ന് പിണറായി വിജയൻ കണക്കൂട്ടി. അതുകൊണ്ടാണ് NSS-നെയും SNDP-യെയും ചേർത്ത് നിർത്തുന്ന തന്ത്രം പുറത്തെടുത്തിരിക്കുന്നത്. ഇവിടെ ക്രെഡിബിലിറ്റി പോയ രണ്ട് നേതാക്കളാണ്. ഒന്ന് സുകുമാരൻ നായർ, ഒന്ന് വെള്ളാപ്പള്ളി നടേശൻ. ഈ രണ്ട് നേതാക്കളെയും സ്വന്തം സമുദായ അംഗങ്ങൾ തള്ളിപ്പറയുന്ന കാഴ്ച, പ്രത്യേകിച്ച് സുകുമാരൻ നായരെ കട്ടപ്പയായി ചിത്രീകരിച്ച് പിന്നിൽ നിന്ന് കടാര ഇറക്കുന്ന ചിത്രവും പോസ്റ്ററും ഒക്കെ വിവിധ കരയോഗ സംഘടനകളിൽ നിന്ന് പോലും അദ്ദേഹത്തിനെതിരെ രൂക്ഷമായ വിമർശനമാണ്. ഇത് അദ്ദേഹം ആരോട് ചോദിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയത്? സംഘടനാപരമായിട്ട് യാതൊരു തീരുമാനവും എടുക്കാതെ സ്വന്തം വ്യക്തി നിലപാടിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെതായ തീരുമാനമാണെങ്കിൽ അത് വ്യക്തമായിട്ട് പറയണം. ഇത് എന്റെ മാത്രം തീരുമാനമെന്ന്. മുഴുവൻ NSS-കാരെ അല്ലെ നായന്മാരെയും ഒരുപോലെ അധിക്ഷേപിക്കുന്ന തരത്തിൽ ഇത്തരത്തിലുള്ള തീരുമാനം എടുക്കാൻ ഒരു സംഘടന, നിരവധി കരയോഗ സംഘടനകളിൽ ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ പ്രതിഷേധം ഉയരുന്നുണ്ട്. നിരവധി പേര് രാജിവെച്ചിരിക്കുന്നു. മീൻസ് ഈ പറഞ്ഞതുപോലെ കരയോഗങ്ങളിൽ ഉള്ള അംഗങ്ങൾ അതിൽ നിന്ന് ഒരു കുടുംബം മുഴുവനും ഒരുപക്ഷെ അതിൽ നിന്നും പിന്മാറുന്ന തരത്തിലേക്കൊക്കെ വലിയൊരു പ്രതിഷേധത്തിലേക്ക്. ഒരുപക്ഷെ നായന്മാരൊക്കെ സ്വാഭാവികമായിട്ട് അവരുടെ ഒരു സംഘടന ഇതെന്ന് പറയുന്നത് വളരെ ശാന്തമായിട്ടുള്ള ഒരു ഇതൊന്നും ഉണർന്നു എന്ന് തന്നെ പറയാം. നായന്മാരൊന്നും ഉണർന്നു, ആ ഒരു ജാതി ഒന്നും ഉണർന്നു എന്ന് തന്നെ പറയാം. പക്ഷെ അവരുടെ ഒരു വികാരമല്ലാണ്ട് അദ്ദേഹം മുറിവേൽപ്പിച്ച് അല്ല, ഇതില് വിജയിച്ചത് പിണറായിയാണ്. കാരണം സുകുമാരൻ നായരുടെ പിന്തുണ പരസ്യമായി പ്രഖ്യാപിച്ചതിലൂടെ സുകുമാരൻ നായർക്ക് മറ്റു ചില പേടിയുണ്ട്. ഇപ്പൊ പിണറായിയുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ചില ബന്ധുക്കളുടെ മറ്റ് സ്ഥാപനങ്ങളിലുള്ള അപ്പോയിന്റ്മെന്റുകൾ ചോദ്യം ചെയ്യപ്പെടുമോ, പോലീസ് കേസെടുക്കുമോ, അങ്ങനെ പലവിധ ഭയം അദ്ദേഹത്തിൻ്റെതായ അത് നമുക്ക് ആ കമന്റുകൾ വായിക്കുമ്പോൾ അറിയാം. അദ്ദേഹത്തിൻ്റെതായ കുടുംബവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾക്ക് ഒരുപക്ഷെ പിണറായിയെ വേണ്ടി വരും എന്നുള്ള തരത്തിലൊക്കെ. പക്ഷെ ഇതില് പിണറായി വിജയിച്ചു എന്ന് ഞാൻ പറയുന്നതിനുള്ള കാരണം NSS-ന്റെ നിലപാട് ഒരു പൊതു മധ്യത്തിൽ ചർച്ചയ്ക്ക് വെക്കാൻ പിണറായി വിജയന് കഴിഞ്ഞു. ഇടതുപക്ഷ ചായ്വുള്ള കുറേയേറെ അംഗങ്ങളെ പരസ്യ നിലപാടെടുക്കാൻ അത് സഹായിക്കുന്നു. കാരണം തങ്ങളുടെ സമുദായ നേതാവ് ഒരു പരസ്യ നിലപാട് സ്വീകരിച്ച സ്ഥിതിക്ക് സമദൂരം വിട്ട് LDF-ലേക്ക് തങ്ങൾ നീങ്ങുന്നു എന്നൊരു പൊതുബോധം സൃഷ്ടിക്കാനൊക്കെ പിണറായിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ SNDP-യുടെയും NSS-ന്റെയും പിന്തുണയോടെ പഴയ പാർട്ടി സഖാക്കളുടെ വോട്ടുകൾ കൂടി ഉറപ്പിച്ചു നിർത്തി എത്ര ശതമാനം വോട്ടുകൾ മുസ്ലിം സമുദായത്തിൽ നിന്നും തടഞ്ഞു നിർത്താൻ കഴിയും LDF-ന്, അതിനെ ആശ്രയിച്ചിരിക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF-ന്റെ ഒരു വിജയ സാധ്യത. ഒരുപക്ഷെ ഇതിൽ നിന്നും BJP എന്തുകൊണ്ടാണ് ഇപ്പോഴും മൗനമായിട്ടിരിക്കുന്നതെന്ന്. കാരണം SNDP NSS ഒരു അപ്രതീക്ഷിതമായിട്ടൊരു നീക്കമാണ് പിണറായി നടത്തിയിരുന്നത്. ഒരുപക്ഷെ BJPക്ക് കുറച്ചുകൂടി വളരാൻ പറ്റിയ ഒരു സാഹചര്യം ഈ ഒരു തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വലിയ നിർണായകമായിട്ടുള്ളതാണ്. 21% വോട്ട് വർധന അല്ലെങ്കിൽ 31% വോട്ട് വർധനവ് ഉണ്ടാവും എന്ന് പറയുന്ന BJPക്ക് ഒരുപക്ഷെ ഹിന്ദു വോട്ടുകൾ കൂടി നഷ്ടപ്പെടാൻ ഇതൊരു സാധ്യതയല്ലേ? അല്ല, BJPയെ സംബന്ധിച്ച് കേരളത്തിലെ NSS SNDP-യുടെ ഒരു വിഭാഗം വോട്ടുകൾ ഉറപ്പിച്ച് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വളർന്നു വരാൻ കഴിഞ്ഞു. ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ ഏറ്റവും വലിയ ക്ഷീണം സംഭവിച്ചതും BJPക്കാണ്. കാരണം അതില് പരസ്യ പിന്തുണ കൊടുക്കണോ വേണ്ടോ എന്നുള്ള ആദ്യത്തെ ചർച്ച, പിന്നീട് യോഗി ആദിത്യനാഥിനെ പോലെയുള്ളവരുടെ സഹകരണം അതായിരുന്നു. മറുവശത്ത് രാജീവ് ചന്ദ്രശേഖറിനെതിരെ വലിയ തോതിൽ വിമർശനങ്ങൾ സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ പാർട്ടിയിലെ ശത്രുക്കൾ ഉയർത്തിവിട്ടു. കാരണം BJP-യിൽ വലിയ പടലപ്പിണക്കവും
നേതൃനിരയിൽ പോര് നടക്കുകയാണ്. പഴയ ഔദ്യോഗിക വിഭാഗം ഇപ്പോഴുള്ള രാജീവ് ചന്ദ്രശേഖരൻ. മുരളീധരൻ വെള്ളാപ്പള്ളി പോയി കണ്ട ഒരു മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതായിട്ട് കണ്ടു. അപ്പൊ വെള്ളാപ്പള്ളി പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾ പണ്ടേ സുഹൃത്തുക്കളാണ്, അദ്ദേഹം ഇടയ്ക്കൊക്കെ എന്നെ കാണാൻ വരാറുണ്ട്. അപ്പൊ ഇതിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു രീതിയിലേക്ക് പോകേണ്ട, അത് ആശയപരമായിട്ടുള്ള കാര്യങ്ങളല്ലേ എന്ന് പറയുന്നിടത്ത് ഒരു സൗഹൃദത്തിന്റെ ഒരു കണിക അവിടെ മുരളീധരുമായിട്ട് സംസാരിക്കുമ്പോൾ കാണുന്നുണ്ട്. പക്ഷെ മറുകണ്ഠം വെള്ളപ്പള്ളി അല്ലേ ആട്, എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചാടാമല്ലോ. രാജീവ് ചന്ദ്രശേഖരെ സംബന്ധിച്ചിടത്തോളം പുള്ളി സമുദായ നേതാക്കളുടെ അടുക്കൽ തിണ്ണ നിരക്കാനൊന്നും പോകില്ല, അവരെ അനുനയിപ്പിക്കാനുള്ള ചർച്ചകൾ നടത്തില്ല. രാജീവ് ചന്ദ്രശേഖരനെതിരെ ഒരു പഴയ ഔദ്യോഗിക ചേരി ഇപ്പോഴും തിരിഞ്ഞു നിൽക്കുന്നു. അപ്പോൾ BJPയെ സംബന്ധിച്ച് BJPയുടെ നേതൃനിരയിലുള്ള പടലപ്പിണക്കങ്ങൾ തന്നെയാണ് ഇപ്പോഴത്തെ മുഖ്യ പ്രശ്നം. പക്ഷെ താഴേക്കിടയിൽ ഒരു കേഡർ സ്വഭാവത്തോടെ പാർട്ടി വർക്കുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ രാജീവ് ചന്ദ്രശേഖരന് കഴിയുന്നുണ്ട്. BJP അവരുടെ വോട്ട് ശതമാനം കുറയ്ക്കാതെ കുറച്ചെങ്കിലും അടുത്ത തെരഞ്ഞെടുപ്പിൽ കൂട്ടും എന്നൊരു പ്രതീതി ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു 5-6 സീറ്റിനുള്ള സാധ്യതയുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ ഒരു പക്ഷേ ഇടതുപക്ഷം തന്നെ വിജയത്തിലേക്ക് വരാം. അതാണ് പിണറായി വിജയന്റെ കണക്കൂട്ടൽ. BJP അല്പമെങ്കിലും മെച്ചപ്പെടുത്തിയാൽ നില, മറുവശത്ത് BJP വോട്ട് ശതമാനം ഉയർത്തും എന്ന് കണ്ട് മുസ്ലിം സമുദായത്തിൽ ഒരു വിഭാഗത്തെ തങ്ങളുടെ കൂടെ പിടിച്ചു നിർത്താൻ പറ്റും എന്നൊരു വിചാരം പിണറായി വിജയനിലുണ്ട്. UDFന്റെ പ്രശ്നം UDFന്റെ നേതൃനിരയുടെ പ്രശ്നമാണ്. UDFനെ സംബന്ധിച്ച് വലിയ നേതാക്കളുണ്ട്. ഇപ്പോൾ നമുക്കറിയാം കുഞ്ഞാലിക്കുട്ടിയെ പോലെ നേതാവ്, CP ജോണിനെ പോലെയുള്ള നേതാക്കള്. പക്ഷെ CP ജോണിന്റെ ഒക്കെ പാർട്ടി ദുർബലമാണ്. പഴയ TM ജേക്കബിന്റെ മകൻ അനൂപ് ജേക്കബ്, PJ ജോസഫ്. P ജോസഫിനെ സംബന്ധിച്ച് പ്രായാധിക്യമായി. അദ്ദേഹത്തിന്റെ മകനെ അത്ര കണ്ട് മോൻ ജോസഫിനെ പോലുള്ളവർ അത്ര സ്വീകരിക്കുന്നില്ല. അനൂപ് ജേക്കബിനെ ഒരു ജൂനിയറായി മാത്രമേ ഇപ്പോഴും മറ്റ് പാർട്ടി നേതാക്കൾ കാണുന്നുള്ളൂ. അപ്പോൾ UDFനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്, അതിലപ്പുറം കുഞ്ഞാലിക്കുട്ടി, പിന്നീട് ഒരു ഏകോപന ശൈലിയിൽ പ്രവർത്തിക്കുന്ന CP ജോണിനെ പോലെ ഒറ്റപ്പെട്ട ചില നേതൃത്വം, അതിലപ്പുറം ശ്രദ്ധേയരായ UDF നേതാക്കളെ മുന്നോട്ട് വയ്ക്കാൻ അവർക്ക് കഴിയുന്നില്ല. കോൺഗ്രസിന്റെ പ്രശ്നവും അത് തന്നെയാണ്. ഒരു ഏകോപന സ്വഭാവത്തിൽ ഈ സംവിധാനത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. പക്ഷെ എനിക്ക് രസകരമായിട്ട് തോന്നിയ അഡ്വക്കേറ്റ് ജയശങ്കർ എന്ന് പറഞ്ഞ ഒരു വാക്കുകളാണ്. UDFും കോൺഗ്രസും വെറുതെ വീട്ടിൽ കുത്തിയിരുന്നാലും വല്ലതും കഴിച്ചുകൊണ്ടിരുന്നല്ല, അതായത് വീട്ടിൽ കുത്തിയിരുന്നാലും ശരിക്കും UDFനെ ജനങ്ങൾ തന്നെ ജയിക്കും, അത്രത്തോളം ജയിപ്പിക്കും എന്നുള്ള അത്രത്തോളം ഒരു ജനവികാരം, വിരോധം പിണറായി എന്തും ചെയ്യാമെന്നുള്ള ഒരു ധാർഷ്ട്യവും. സാർ ആദ്യം പറഞ്ഞാൽ ശരിയാ, പലപ്പോഴും കോൺഗ്രസിനെ ജയിപ്പിക്കുകയാണ് ജനങ്ങൾ, തള്ളി ജയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ ഒരു സ്ഥിതി അത് തന്നെയാണ്. ഇപ്പോൾ KM ഷാജഹാനെ പോലുള്ള വിമർശകരെ പിടിച്ചകത്തിടാനുള്ള ത്വര, ഷാജഹാൻ മാത്രമല്ല മറുനാടൻ പോലുള്ള നിരവധി ധാരാളം പേര് വിമർശിക്കുന്നവരെ ഒക്കെ വെട്ടിയരിഞ്ഞ് വീഴ്ത്താനുള്ള ഒരു ത്വര ഉണ്ടല്ലോ. അതൊരു വല്ലാത്ത പോക്കാണ് ഈ സർക്കാരിന്റെ. അതിനെതിരെ ഒരു പ്രതിപക്ഷ നിര ഇവിടെയില്ല. അതിനെതിരെ ജനങ്ങളുടെ മുന്നിൽ തന്റെ ഇടത്തോടെ മറുപടി പറയാൻ പറ്റിയ നേതാക്കളില്ല. കോൺഗ്രസിന്റെ പ്രതിപക്ഷം നല്ലതല്ല. പക്ഷെ എനിക്ക് തോന്നുന്നു പ്രതിപക്ഷ സ്ഥാനത്തേക്ക് BJP കടന്നു വരണമെന്ന്. കാരണം അത് ഒരു പക്ഷെ 2031 തെരഞ്ഞെടുപ്പോടെ സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും LDF BJP രാജീവ് ചന്ദ്രശേഖരന്റെ ഒക്കെ ഒരു പ്രസിഡന്റ്ഷിപ്പിന്റെ കാലഘട്ടത്തിൽ വലിയ ചർച്ചകൾ ഉയർന്നിരുന്നു. പക്ഷെ ഇപ്പോൾ മാധ്യമങ്ങൾ അവരെ അങ്ങ് അവഗണിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ്. BJP പ്രവർത്തനങ്ങളെ സാധാരണ മാധ്യമങ്ങൾ ഇപ്പോൾ അങ്ങ് അവഗണിക്കുകയാണ്. കാരണം ഇതില് ഈ രാജീവ് ചന്ദ്രശേഖരന്റെ ഏഷ്യാനെറ്റ് ബന്ധം മറ്റുള്ള മാധ്യമങ്ങൾക്ക് വലിയ കലിപ്പാണ്. അതുകൊണ്ട് തന്നെ ഈ ഇടതുപക്ഷ മാധ്യമ നിരയാണ് കേരളത്തിൽ ഇപ്പോൾ. ഏഷ്യാനെറ്റ് ഏറ്റവും കൂടുതൽ വിരോധമായിട്ട് നിൽക്കുന്ന BJPക്ക് വിരോധമായിട്ടുള്ള പല പ്രസ്ഥാനങ്ങളും അവർ നടത്തുന്നുണ്ട്. അവർ നിഷ്പക്ഷമായിട്ടാണ്. ഏഷ്യാനെറ്റ് അന്ന് ഇന്നൊരു ആ ഒരു രീതിയിൽ പാറ്റേൺ തന്നെയാണ് പോകുന്നത്. അതിലെ മാധ്യമ പ്രവർത്തകരുടെ ഒരു ക്വാളിറ്റിയാണ്. ബിനു ജോണിനെ പോലുള്ള ക്വാളിറ്റിയുള്ള മാധ്യമ പ്രവർത്തകരാണ്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കോൺഗ്രസിനെ അനുകൂലിച്ചല്ലേ ഇവര് ഇതൊക്കെ ചെയ്യുന്നതെന്ന്. പക്ഷെ ഈ പറഞ്ഞോണം രാജീവ് ചന്ദ്രശേഖർ അതിന്റെ തലപ്പത്താണ്. സുരേഷ് അവരൊക്കെ നല്ല ക്വാളിറ്റിയുള്ള മാധ്യമ പ്രവർത്തകർ. നമുക്കറിയാം ഇപ്പൊ ഡൽഹി എന്നുള്ള പ്രശാന്ത്, ഇവരൊക്കെ നല്ല ഈടിറ്റ മാധ്യമ പ്രവർത്തനം നടത്തുന്നു. അപ്പൊ അതവിടെ നിൽക്കട്ടെ. മറുവശത്ത് ഈ കോൺഗ്രസിലെ നല്ല മിന്നുന്ന ചില താരങ്ങളുണ്ടായിരുന്നു. അവരെയൊക്കെ ജയസാധ്യത കണക്കിലെടുത്ത് ഡൽഹിയിലേക്ക് പറഞ്ഞു വിട്ടു. അവരൊക്കെ ജയിച്ചു. അവർ തോറ്റിരുന്നെങ്കിൽ ഇവിടെ ഇപ്പോഴും നിയമസഭയിൽ മത്സരിക്കാൻ പാകത്തിൽ കുപ്പായൊക്കെ ഇട്ട് അവർ നിന്നേനെ. ആ ഷാഫി പറമ്പിലിനെ പോലുള്ളവരൊക്കെ അങ്ങ് പോയി. ഒരു മിടുക്കർ എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന. പിന്നെ യുവനിര, ശ്രദ്ധേയരായ യുവനിരയിൽപ്പെട്ട ഒരു മിന്നുന്ന താരമായിരുന്നു രാഹുൽ മാങ്കൂട്ടം, PC വിഷ്ണുനാഥ്. ഇപ്പൊ രാഹുൽ വീണതോടെ റോജി M ജോൺ, PC വിഷ്ണുനാഥ് അവരൊക്കെ ഒന്ന് നിശബ്ദരാക്കപ്പെട്ടു. പിന്നെ ശബരിനാഥ് ആദ്യത്തെ നമുക്ക് ആദ്യത്തെ ഒരു ഫേസ് ഗംഭീരമായിട്ട് വന്നെങ്കിലും പിന്നീട് അങ്ങ് കത്തിക്കാളുന്നില്ല. അപ്പൊ യുവനിരയെ ഏറെക്കുറെ നിശബ്ദരാക്കി കളഞ്ഞു. പഴയ
തലമൂത്ത കോൺഗ്രസ് നേതൃനിര ഒരു അധികാരം ആസ്വദിക്കുന്ന ഒരു അധികാരം അജണ്ട മാത്രമല്ല, അവർക്ക് എങ്ങോട്ട് നടക്കണമെന്ന് പോലും അറിയില്ല. തെക്ക് വടക്ക് കാരണം ഒരു നിയന്ത്രണമില്ലാത്ത ഒരു പോക്കാണ് അവരുടെ. ഒരാൾ ഒരു കാര്യം പറയുന്നു, മറ്റൊരാൾ വേറൊരു കാര്യം പറയുന്നു. ഒരു നിയന്ത്രണമോ ഏകീകരണമോ ഏകോപനവും ഇല്ലാത്ത രീതിയിലുള്ള പല സംസാരങ്ങളും ചർച്ചകളും ഒക്കെ ഇത് കോൺഗ്രസിനെ ഒരു വിഭിന്ന തലത്തിലേക്കല്ലേ കൊണ്ടുപോയി. ഒരു 5 വർഷം മുമ്പ് കോൺഗ്രസിന്റെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി, കുഞ്ഞാലിക്കുട്ടി, അതിലും മുമ്പ് KM മാണി, അവർക്കൊക്കെ ഒരു അവരുടെ ഇടയിൽ ഒരു ഇതുണ്ടായിരുന്നു. ഭയങ്കര സ്റ്റേച്ചറുള്ള ഒരു പിടി നേതാക്കൾ അവർ ഒരുമിച്ച് നിന്ന ഒരു തീരുമാനം ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുന്നു. അത്തരം സ്റ്റാർ നേതാക്കൾ ഇല്ല ഇപ്പോൾ. അതാണ് UDFന്റെ ഒരു പ്രത്യേകത. ഇതിപ്പോ എല്ലാവർക്കും മുഖ്യമന്ത്രി ആവണം, ആർക്കും താഴോട്ടിറങ്ങാൻ വയ്യ. ചുരുക്കി പറഞ്ഞാൽ കേരളത്തിലെ ഒരു രാഷ്ട്രീയം ഇപ്പോൾ ഒരു അവിയല് പരുവത്തി കിടക്കുകയാണ്. വീണ്ടും വീണ്ടും ഇതിനെ കുഴപ്പിച്ച് ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കി തുടരും എന്ന ഘട്ടത്തിൽ എത്തിക്കാനുള്ള ശ്രമം ഇടതുപക്ഷം തുടരുന്നു. അതിനുവേണ്ടി എന്ത് കുൽസിതവും LDF നടത്തും. ഇതിനെ പ്രതിരോധിക്കാനോ ഇതിനെതിരെ ആർജവത്തോടെ ഒരു സമരരംഗത്തിറങ്ങാനോ UDFനോ കോൺഗ്രസിനോ കഴിയുന്നില്ല. പ്രതിപക്ഷ നേതാവ് പലപ്പോഴും ഒരു ഒറ്റയാൻ ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷെ രാഹുൽ മങ്കൂട്ടം പോലെയുള്ള വിഷയത്തിൽ അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ പാളി. അത് അടിമുടി പാർട്ടിയെ ഉലച്ചു കളഞ്ഞു. അതുകൊണ്ട് തന്നെ കേരളത്തിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കണ്ണു അടച്ച് പറയാനൊന്നും കഴിയില്ല. ഇവിടെ LDF ആകെ 6 പോകും, പാതാളക്കുഴിയിൽ വീഴും, UDF വരുമെന്ന്. ഈ പരിസ്ഥിതി, രാഷ്ട്രീയ പരിസ്ഥിതി ആര് ബുദ്ധിപരമായി ഉപയോഗപ്പെടുത്തും, അത് മാത്രമാണ് നമുക്കിനി അറിയേണ്ടത്. ഇവിടെ പ്രതിപക്ഷം ഒന്ന് ഉണർന്നാൽ, ഒന്ന് ജനങ്ങളുടെ താല്പര്യത്തിനൊത്ത് നിന്നാൽ ഒരു പ്രയാസവും ഇല്ല, UDF തന്നെ അധികാരത്തിൽ വരും. ഏതായാലും തീർച്ചയായും സാർ പറഞ്ഞതുപോലെ ഒരു അവിയൽ പരുവത്തി കിടക്കുകയാണ് രാഷ്ട്രീയം. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നു, തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഈ അവിയലിൽ നിന്ന് ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള ഒന്നാണ് പച്ചക്കായ എന്ന് പറയുന്നത്. ആ പച്ചക്കായ ഇനി ആര് തെരഞ്ഞെടുക്കും എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഏതായാലും UDF വരണം എന്നുള്ള ഒരു ജനവികാരമെന്നും ഒരുപക്ഷെ പിണറായി സത്തിനോടുള്ള ഒരു ചെറിയ എതിർപ്പുണ്ട്. പക്ഷെ അതിനെയൊക്കെ തക്ക മറുപടിയുമായിട്ട് ചില വിശ്വാസങ്ങളുടെ പ്രമേയത്തിൽ തന്നെ പിണറായി അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഏതായാലും നമുക്ക് കാത്തിരുന്നു. നന്ദി.